ഹലോ, ഇന്ന് നമുക്ക് നല്ല സ്പൈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു റൈസ് തയ്യാറാക്കിയാലോ. നമുക്കിന്ന് ഷെസ്വാൻ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാം. അതിനുവേണ്ടി ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ്, ഷെസ്വാൻ സോസ്, ചില്ലി സോസ്, സോയ സോസ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബസ്മതി റൈസ് വേണം. അത് ഞാനൊരു 3 കപ്പോളം എടുത്തിട്ടുണ്ട്. റൈസാണ് 3 കപ്പ്. അതല്പം ചെറുനാരങ്ങയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ഇനി നമുക്ക് അത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനൊരു പാനിൽ അല്പം വെജിറ്റബിൾ ഓയിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് ഇടുന്നത്. ഇനി ഇത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് പച്ചമണം മാറുന്നതുവരെ നമുക്കൊന്ന് വഴറ്റാം. ഞാൻ എന്നും പറയാറുള്ളത് പോലെ എൻ്റെ ഈ ചാനൽ കാണുന്നവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യുകയും ചെയ്യണേ. ഇപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനൊരു 1/2 കപ്പ് ബീൻസാണ് എടുത്തിരിക്കുന്നത്. സാധാരണ അരിക്കുന്ന പോലെ വെറുതെ ചെറുതായി വട്ടത്തിൽ അരിഞ്ഞിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഇത് നേരത്തെ വേവിച്ചിട്ടില്ല. ഇതൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കണം. ക്യാരറ്റ് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതൊന്നും വെന്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്മളിതിലിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ക്യാബേജ് കൂടി ആഡ് ചെയ്യണം. ഇതിന് ഈ ഡിഷിന് നിങ്ങൾക്കിപ്പോൾ കറികൾ സൈഡ് ഡിഷ് ഒന്നും ഇല്ലെങ്കിൽ കൂടിയും നമുക്ക് സാലഡ് കൂട്ടി കഴിക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റൈസ് ഐറ്റമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം. ക്യാബേജ് ഇട്ട് അതും കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. പതിയെ ഒന്ന് വേവുന്നവരെ ഒന്ന് വഴറ്റാം. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി ഇതിന്. ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് റൈസ് വേവുന്ന സമയം മാത്രം ആക്ച്വലി മതി. ഇനി നമുക്കിതിലേക്ക് അല്പം സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ സോയാ സോസാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, ഇനി 1 ടേബിൾ സ്പൂൺ ഷെസ്വാൻ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഷെസ്വാൻ സോസ് ഒഴിക്കുമ്പോൾ നല്ല സ്പൈസിയാണത്. അതുകൊണ്ട് നിങ്ങളൊന്ന് നോക്കി വേണം ഒഴിക്കാനായിട്ട്. കുട്ടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി പതിയെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 കപ്പ് റൈസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറുനാരങ്ങ നീരും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് റൈസ്. റൈസ് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. വളരെ ഈസി ആയിട്ട് നമ്മുടെ ഷെസ്വാൻ ഫ്രൈഡ് റൈസ് റെഡിയായി കഴിഞ്ഞു.
നല്ലതുപോലെ മിക്സ് ചെയ്തു. ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ നമുക്ക് മുട്ട പുഴുങ്ങിയത് മുകളിൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. നോൺ വെജിറ്റേറിയൻസ് ആണെങ്കിൽ ഞാൻ വെറുതെ 2 റെഡ് ചില്ലീസ് വെച്ചാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഏത് വിധത്തിൽ വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ മല്ലിയിലയോ ക്യാപ്സിക്കോ എന്ത് വേണമെങ്കിലും ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.